ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നല്ല ചെയ്ത കർത്താവായ യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവ് അവസാന നാളുകൾ ശിഷ്യന്മാരോട് പറയുന്നത്, ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അമ്മ മറന്നാലും നമ്മെ മറക്കാത്തൊരു ദൈവം, നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചിരിക്കുന്ന ദൈവം, തൻ്റെ ദയ നമ്മോട് ദീർഘമാക്കിയിരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അപ്പോൾ ദയയും സ്നേഹവും കരുണയുമുള്ള ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം ഓരോ പ്രഭാതത്തിലും അടുത്തു വരുമ്പോൾ ജീവിതത്തിൻ്റെ ഏതൊക്കെയോ സന്ദർഭങ്ങൾ നമ്മെ സ്നേഹിക്കുമെന്ന് കരുതിയ ചിലർ നമ്മെ വിട്ടുപോയി, നമ്മോട് കരുണ കാണിക്കുമെന്ന് തോന്നിയ ചിലർ നമ്മോട് കരുണ കാണിക്കാതെയായി. പലരുടെയും ദയ അത് കോപമായും അത് ഒരു തള്ളിക്കളയലിലേക്കും ഒക്കെ കടന്നു പോകുമ്പോൾ, അങ്ങനെ ഈ ഭൂമിയിൽ എവിടെ നാം ഒറ്റപ്പെട്ടാലും, ആരെല്ലാം നമ്മെ ഒറ്റപ്പെടുത്തിയാലും, നമ്മെ എപ്പോഴും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ആ കർത്താവിൻ്റെ സ്നേഹസന്നിധിയിലേക്ക് ഇന്ന് പകൽക്കാലവും അടുത്ത് വന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ സങ്കടങ്ങളെ, നമ്മുടെ കണ്ണുനീരിനെ അറിയുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഭാരങ്ങളെ എല്ലാം ഇറക്കി വച്ച് നമ്മുടെ ആകുലതകൾ, നാളെയെക്കുറിച്ചുള്ള നമ്മുടെ ആകുലതകൾ, ഇന്നലെയെക്കുറിച്ചുള്ള നമ്മുടെ കുറ്റബോധങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുത്ത് ഇന്ന് പകൽക്കാലവും ജീവിതത്തിൽ ദൈവികമായിരിക്കുന്ന ഒരു സമാധാനം, ലോകം നൽകുന്നത് പോലെയല്ല, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നൽകുന്ന നിലനിൽക്കുന്ന സമാധാനം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരിലെല്ലാം ആ സമാധാനം കൊണ്ട് നിറയുവാനും എല്ലാ നിരാശകളെയും കുടഞ്ഞു കളയുവാനുമായി ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന സർവശക്തനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഈ ഒരു പ്രഭാതത്തിനായി ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു കർത്താവേ. സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യും കർത്താവേ, രാവും പകലും വരും ദൈവമേ, കാലങ്ങൾ മാറും എങ്കിലും മാറ്റമില്ലാത്തവനായിരിക്കുന്ന ഒരു ദൈവം, ആദ്യനും അന്ത്യനുമായിരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ കർത്താവേ, ശക്തനായിരിക്കുന്ന ഒരു ദൈവം, സ്നേഹവാനായിരിക്കുന്ന ഒരു ദൈവം, നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് പിതാവായി ഉള്ളതിനായി ഇന്ന് പകൽക്കാലവും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന പച്ച. ഹല്ലേലൂയ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ദൈവമേ ദൈവവും ഒരു പിതാവുമാണല്ലോ. അപ്പം അമ്മയെ പോലെ ഞങ്ങളെ സ്നേഹിക്കുന്നവനാണല്ലോ, ഒരു ഇടയനെ പോലെ ഞങ്ങളെ കരുതുകയും വഴി നടത്തുകയും പോറ്റി പുലർത്തുന്നവനുമാണല്ലോ. ദൈവമേ, അങ്ങ് ഒരു യുദ്ധവീരനായി ഞങ്ങൾക്കായി യുദ്ധം ചെയ്യുന്ന യഹോവ നിസ്സിയാണല്ലോ. അങ്ങ് ഞങ്ങളുടെ ജയക്കൊടിയാണല്ലോ കർത്താവേ. അവിടെ നിന്ന് ഞങ്ങളുടെ സമാധാനത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന യഹോവ ഷാലോമാണല്ലോ അപ്പച്ച. അങ്ങ് ഞങ്ങളുടെ നീതിയായിരിക്കുന്ന ദൈവമാണല്ലോ. അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നവനാണല്ലോ കർത്താവേ. ദൈവമേ, അവിടുത്തെ സ്വഭാവം ഇന്ന് പകൽക്കാലവും ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ, ഞങ്ങൾ ആ നന്മ അനുഭവിക്കുവാൻ, ദൈവികമായിരിക്കുന്ന സമാധാനവും ജയവും കർത്താവെ വിടുതലും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായി ദൈവമേ ഞങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്നലെ വരെ അറിഞ്ഞതുപോലെയല്ല, ഇന്ന് കുറേ കൂടി ദൈവത്തെ അറിയുവാൻ, കുറേ കൂടി ദൈവശബ്ദം കേൾക്കുവാൻ, അങ്ങയോട് കുറേ കൂടി സംസാരിക്കുവാൻ കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറന്ന് ദൈവമേ വെള്ളം പകരുന്നത് പോലെ ഞങ്ങളുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ പകരുവാൻ, പ്രാർത്ഥനയ്ക്കായി ദൈവമേ കൂടുതൽ സമയം വേർതിരിക്കുവാൻ, ദൈവസ്നേഹത്തിൽ കർത്താവെ കുറേ കൂടി അടുത്തു വരുവാൻ ഞങ്ങളെ ദിവസങ്ങളിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ ചോദിക്കുന്ന പിച്ച, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ നടക്കേണ്ടുന്ന വഴി അവിടെ നിന്ന് ഞങ്ങളെ കാണിക്കണമേ കർത്താവെ. ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകാതെ ദൈവ വഴിയിൽ നടക്കുവാൻ, ഞങ്ങളുടെ തലമുറകളെ ആ വഴി അഭ്യസിപ്പിച്ചു കൊടുക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ, ഞങ്ങൾ വീണു പോകുന്ന പല സന്ദർഭങ്ങളിലും ദൈവമേ പ്രവാചകനിൽ കൂടി സംസാരിക്കുന്നത് പോലെ, ശത്രുവായവളെ നീ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്, ഞാൻ വീണാലും എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലിരുന്നാലും യഹോവ എനിക്ക് പ്രകാശമായിരിക്കുമെന്ന് പ്രവാചകനിൽ കൂടി അരുളി ചെയ്യുന്ന ശക്തമായിരിക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് ഏറ്റു പറയുവാൻ കർത്താവെ, നിന്ദിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും മധ്യത്തിൽ തല ഉയർത്തി നിർത്തുമാറാക്കുന്നൊരു ദൈവം, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവനും അല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം കർത്താവെ ദേശത്തിൽ തെളിയിക്കുന്നൊരു ദൈവം. ദൈവമേ, ദുഷ്ടനെ തകർത്ത് കളഞ്ഞ് ദൈവമേ ഒരപ്പൻ മകനെ ആദരിക്കുന്നത് പോലെ യഹോവയുടെ ദിവസത്തിൽ യഹോവയ്ക്കായി കാത്തിരുന്നവരെ, യഹോവയുടെ സന്നിധിയിൽ വിശ്വസ്തരായിരുന്നവരെ ആദരിക്കുന്നൊരു ദൈവമുണ്ടെന്നുള്ളൊരു ഉറപ്പോടുകൂടി ശത്രുവിൻ്റെ സകല പ്രതിബദ്ധകളെയും ജയിക്കുവാൻ വിശ്വാസമെന്ന പരിച ദൈവമേ ഞങ്ങൾ കരങ്ങളിലെടുത്ത് ഞങ്ങളുടെ ഈ ക്രിസ്തീയ ജീവിതം മുന്നിലേക്ക് പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളറിയാതെ ഒരു ആത്മബലം ഞങ്ങളിൽ കടന്നു വരട്ടെ കർത്താവേ. ഒന്നിനും ഞങ്ങളെ തകർത്ത് കളയുവാൻ കഴിയുകയില്ലെന്ന് ഒരു വ്യക്തികൾക്കും ഒരു സംഘടനയ്ക്കും കർത്താവെ, ഈ ലോകത്തിൻ്റെ ഒരു പ്രതികൂലത്തിനും
ഒരുത്തനും പിശാചിൻ്റേതായിരിക്കുന്ന ഒരു കെണികൾക്ക് ഞങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ലെന്നുള്ള ഉത്തമ ബോധ്യം. പ്രാർത്ഥനയ്ക്ക് ദൈവമേ സകലതിനെയും സകല പ്രതികൂലങ്ങളെയും തകർക്കുവാനും ദൈവമേ ഞങ്ങളെ ജയത്തിലേക്ക് നടത്തുവാനുമുള്ള ശക്തിയുണ്ടെന്ന് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ ആത്മാവിൽ കർത്താവെ അവിടെ നിന്ന് എഴുതി ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ഹല്ലേലൂയ. കർത്താവെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമേ തൃപ്തി വരുത്തുന്നൊരു ദൈവം, പെരുകി വരുമാറാക്കുന്നൊരു ദൈവം. കഴിഞ്ഞ നാളുകളിൽ ശൂന്യമായി കിടന്ന സകലതിനെയും കർത്താവ് എവിടെ നിന്ന് വർദ്ധിപ്പിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ സാമ്പത്തിക മണ്ഡലത്തിൽ ഈ പ്രിയപ്പെട്ടവർ ചിലർ അനുഭവിക്കുന്ന ശൂന്യതകൾ, ഞെരുക്കങ്ങൾ, കടങ്ങൾ, ബാധ്യതകൾ, കർത്താവെ പലിശക്കുരുക്കുകൾ എല്ലാറ്റിൽ നിന്നും അവിടെ നിന്ന് ഇവരെ പുറത്തു കൊണ്ടുവരണമേ. കടം വാങ്ങിയ സ്ഥലത്ത് ദൈവമേ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഇവരുടെ കരങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉപജീവന മാർഗങ്ങൾ വർദ്ധിക്കട്ടെ ദൈവമേ. അവരുടെ ചിലരുടെ പിടിച്ചു വച്ചിരിക്കുന്ന ദൈവമേ കൂലികൾ മടക്കി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഇവരിൽ നിന്ന് ഇവർക്ക് ലഭിക്കുവാനുള്ള സമ്പത്ത് കർത്താവെ മറ്റുള്ളവർ ഇതുവരെയും കൊടുക്കാതിരുന്നവരുടെ കരങ്ങൾ വരട്ടെ. ചില വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികൾ വിറ്റുപോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുടങ്ങിക്കിടന്ന ഭവന പണികൾ പൂർത്തിയിലേക്ക് എത്തുവാനായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിവാഹ ജീവിതം നടക്കുവാനായി പ്രാർത്ഥിക്കുന്നു. തലമുറകളെ ലഭിക്കുവാൻ മക്കളില്ലാതിരുന്ന ചിലരുടെ ഉദരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവകൃപ കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കും. ഇന്ന് പകൽക്കാലവും കർത്താവെ വിദേശങ്ങളിലൊക്കെ ആയിരിക്കുന്നവർ, മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് സ്റ്റേറ്റുകളിലായിരിക്കുന്നവർ, ഭവനത്തിൽ നിന്ന് ദൂരത്തായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവരെല്ലാവരും ആയിരിക്കുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ നന്മ കൊണ്ട് അവരെ അവിടെ നിന്ന് തൃപ്തി വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവദാസന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദേശത്തിൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച എല്ലാ വേദനയും എടുത്തു മാറ്റുന്ന ദൈവമേ ദീനത്തിൽ കിടക്കയെ മാറ്റിവിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഭവനങ്ങളിൽ ഇറങ്ങി വരട്ടെ. കിടരോഗികൾ കർത്താവെ ആ ദീനക്കിടക്കകൾ വിട്ട് എഴുന്നേൽക്കുവാൻ, ചില ദൈവമേ സ്ട്രോക്ക് വന്ന് BP കൂടിയൊക്കെ നെർവ് സിസ്റ്റത്തിലൊക്കെ വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, കർത്താവെ പാർക്കിൻസൺസിൻ്റെ ബുദ്ധിമുട്ടുകൾ, അൾഷിമേഴ്സിൻ്റെ അതുപോലുള്ള പ്രയാസങ്ങളിൽ അകപ്പെട്ട് മറ്റുള്ളവർക്കും ദൈവമേ ഇവരെ നോക്കുന്നതൊരു ഭാരം പോലെയൊക്കെ ആയിരിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളുടെ കാഴ്ചശക്തി വർദ്ധിക്കട്ടെ, ചെവികളുടെ കേൾവി ശക്തി വർദ്ധിക്കട്ടെ. സംസാരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ വേഗത്തിൽ സ്ഫുടമായി സംസാരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗികളുടെയും ഇന്ന് പകൽക്കാലം അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ, വിടുവിക്കണമേ. പ്രാർത്ഥനയ്ക്കായി പ്രത്യേക പേര് പറഞ്ഞ് ചില പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവമേ അപേക്ഷിച്ചിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാനുഷികമായി ഞങ്ങൾ അറിയുന്നതിനേക്കാൾ ഉപരിയായി സ്വർഗം അവരെല്ലാം പേര് പറഞ്ഞ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം പദ്ധതികളുടെ ദൈവമാകുന്നു. ദൈവം പ്രവർത്തിക്കുന്നത് വളരെ വ്യത്യസ്തമായിരിക്കുന്ന രീതിയിലാകുന്നു. പലപ്പോഴും ജീവിതത്തിൽ അല്ലെങ്കിൽ സ്വാഭാവികമായ മനുഷ്യരുടെ രീതിയിൽ ക്ഷാമത്തിലിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ദൈവം ക്ഷേമത്തിലേക്ക് അല്ലെങ്കിൽ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നതാണ് സാധാരണമായ മനുഷ്യരുടെ ജീവിതത്തിൽ പലപ്പോഴും നാം കാണുന്നത്. എന്നാൽ യോസഫിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അത്ഭുതകരമായി ഇറങ്ങി വരുവാനായി, അല്ലെങ്കിൽ യോസഫിന് ദൈവം കൊടുത്ത സ്വപ്നത്തിൻ്റെ നിവർത്തീകരണം സംഭവിക്കുവാനായി ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്തത്, തന്നെ ജയിലിലാക്കിയിരുന്ന ആ മിസ്രയീം ദേശത്ത് കർത്താവ് ആദ്യം ചെയ്യുന്നത് അവിടെ സമൃദ്ധി, എല്ലാ വിളവിലും സമൃദ്ധി വരുത്തുകയാണ്. സമൃദ്ധിയുടെ ഒരു 7 വർഷത്തെ ദൈവം അവിടെ ഉണ്ടാക്കുന്നു. അതിനുശേഷം സമൃദ്ധമായി എല്ലാ വിളകളും എല്ലാ വയലുകളും സമൃദ്ധിയായി വിളഞ്ഞതിന് ശേഷം ക്ഷാമത്തിൻ്റേതായിരിക്കുന്ന 7 വർഷം വരുന്നു. എല്ലാം നശിച്ചു, വെള്ളമില്ലാതെയോ മഴയില്ലാതെയോ വിളകളൊന്നും ഫലം നൽകാതെയോ അങ്ങനെ ഒന്നുമില്ലായ്മയുടെ ഒരു 7 വർഷക്കാലം കർത്താവ് അനുവദിക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ പദ്ധതി വ്യത്യസ്തമായിരുന്നു. ആ നന്മയുടെ നാളുകളിലുള്ളതിനെയെല്ലാം ശേഖരിച്ചു വച്ച് യോസഫ് അതിനെല്ലാം അധിപതിയായി മാറിയ ശേഷം തന്നെ പീഡിപ്പിക്കുകയും തന്നെ പൊട്ടക്കിണറ്റിലിടുകയും താൻ മരിച്ചു എന്ന് പിതാവിനോട് പറയുകയും പിന്നെ അടിമക്കച്ചവടക്കാർക്ക് വിറ്റുകൊടുക്കുകയും ചെയ്ത ആ സഹോദരങ്ങൾ യാക്കോബിൻ്റെ മുമ്പിൽ എത്തുവാൻ തക്കവണ്ണം ദൈവം ഇങ്ങനെ ഒരു പദ്ധതി ഒരുക്കി. ക്ഷാമനാളുകളിൽ ദേശം മുഴുവൻ ആ വരൾച്ചയിലേക്കും ഒന്നുമില്ലായ്മയിലേക്കും പോയപ്പോൾ യോസഫിൻ്റെ അധീനതയിൽ ആ കൊട്ടാരത്തിൽ ഭണ്ഡാരശാലകളെ നിറച്ച് ഈ സഹോദരന്മാരെ തൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഒരു പദ്ധതി ഒരുക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെ പലരും ഒറ്റപ്പെടുത്തി തള്ളിക്കളഞ്ഞു, ഇതെല്ലാം ചെയ്തു. മനുഷ്യർ നിങ്ങളോട് പലതും പ്രവർത്തിച്ചു, പല രീതിയിലും അവർ നിങ്ങളോട് പെരുമാറി.
യോസഫിന് വേണ്ടി ദൈവം തൻ്റെ മുൻകാല നിർണയത്തിൽ വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു പദ്ധതി ഒരുക്കിയതുപോലെ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ തലമുറകളെക്കുറിച്ച് മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവജ്ഞാനത്താൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തമായിരിക്കുന്ന ഒരു നന്മയെ തന്നെ ഉളവാക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കായി ഉണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെയല്ല ദൈവം നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നത്. യോസഫിന് വേണ്ടി ഒരു രാജ്യത്തെ മുഴുവൻ ക്ഷാമത്തിലാക്കി, അല്ലെങ്കിൽ വളരെ പ്രദേശങ്ങളെ ക്ഷാമത്തിലാക്കി ദൈവം യോസഫിനെ മാനിച്ച് ആ ഫറവോയുടെ മുമ്പിൽ നിർത്തുകയും തന്നെ അപമാനിച്ചവരെ തൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഇടയാക്കുകയും ചെയ്തുവെങ്കിൽ, നിങ്ങളെ നിന്ദിച്ചവരുടെ മുമ്പിൽ, നിങ്ങളെ പരിഹസിച്ച് മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ നിങ്ങളെ തലകളെ ഉയർത്തി അവരുടെ മുമ്പിൽ ഒരു മാനമാക്കി തീർക്കുവാൻ കർത്താവ് നിങ്ങളെക്കുറിച്ചും ഒരു പദ്ധതി ഒരുക്കിയിരിക്കുന്നു. അതിലേക്ക് എത്തുവാൻ വേഗത്തിൽ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.